ഹായ്, ഗുഡ് മോർണിംഗ് ഫ്രണ്ട്സ്. എല്ലാവർക്കും എൻ്റെ ബക്രീദ് ദിനാശംസകൾ. ഈദ് മുബാരക്. ഞാൻ വീണ്ടും ജർമ്മനിയിലേക്ക് വരികയാണ്. അപ്പോൾ ജർമ്മനിയിൽ ആദ്യത്തെ ഞാനൊരു 6 മാസം ഞാൻ താമസിച്ചത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷത്തിന് ഉടമയാണ് ഞാൻ. കാരണം ഞാൻ താമസിച്ച സ്ഥലം എന്ന് പറഞ്ഞാൽ 2 സ്പെഷ്യാലിറ്റി ഉണ്ട്. ഒന്ന് വന്നിട്ട് ഒളിമ്പിക്സ് നടന്ന ഒരു സെയിം ലൊക്കേഷനിലാണ്. 1972 മ്യൂണിക് ഒളിമ്പിക്സ് നടന്ന ഒളിമ്പിയ സെൻറ്റർ എന്ന് പറയുന്ന ആ സ്ഥലത്തിൻ്റെ പേര് തന്നെ ഒളിമ്പിയ സെൻറ്ററാണ്. അവിടെയാണ് ഞാൻ താമസിച്ചത്. പിന്നെ ഈ വേറൊരു ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ BMW ബവേറിയൻ മോട്ടോർ വർക്സിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് മ്യൂണിക്കിലാണ്. ഞാൻ താമസിച്ചതിൻ്റെ തൊട്ട് ഫ്രണ്ടിലാണ് ആ ബിൽഡിംഗ്. BMW ഹെഡ് ക്വാർട്ടേഴ്സ് നമുക്ക് കാണാൻ ഒരു പ്രത്യേക ഷേപ്പിലാണ്. ലൈക്ക് ലീനിങ് ടവർ ഓഫ് പിസ എന്നൊക്കെ പറയുമ്പോൾ ആ ഒരു ചെറിയ ചരിവിൽ ഒരു ഇങ്ങനെ സർക്കിളിൽ ഒരു കിടു ബിൽഡിംഗ് എന്ന് പറഞ്ഞാൽ ഇതാണ് ബിൽഡിംഗ്. അതിൻ്റെ ഏറ്റവും മുകളിൽ BMW എംബ്ലം വലിയ രൂപത്തിൽ 4 ഭാഗത്തു നിന്നും നോക്കിയാലും കാണാൻ പറ്റും. അങ്ങനെ BMW എന്താണെന്ന് എൻ്റെ മനസ്സിൽ ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാറാണ്. അപ്പോൾ അതിതാ എൻ്റെ ഫ്രണ്ടിലിതാ അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ്. അപ്പം എനിക്ക് കൂടുതൽ അതിനകത്തൊന്ന് കയറിയല്ലോ, ഇങ്ങനെ കയറും എന്നൊക്കെ ഇങ്ങനെ ഞാൻ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ പഠിക്കുന്ന കോളേജിൽ നിന്ന് ഒരു ഹാഫ് ഡേ ട്രിപ്പ് അവിടെ BMW പോകുന്നെന്ന് പറഞ്ഞു. എൻ്റെ അമ്മോ, ഞാനും കൂടെ പഠിക്കുന്ന ഇൻ്റർനാഷണൽ സ്റ്റുഡൻസ് എല്ലാവരും കൂടെ BMW പോവുകയാണ്, ഹാഫ് ഡേ ടൂർ. ആ എക്സൈറ്റ്മെൻറ്റിൽ നമ്മൾ ബസ്സിലാണ് എല്ലാവരും കൂടെ പോയത്. അടുത്താണ് സിറ്റിക്കകത്ത്. അങ്ങനെ BMW ഹെഡ് ക്വാർട്ടേഴ്സിലെത്തി. അങ്ങനെ ഓരോ വിഭാഗത്തിലേക്ക് നമുക്കൊരു ടൂർ ഗൈഡ് നമ്മളവിടെ ഉണ്ടായിരുന്നു. ഇതൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് തരാം. അവർ പറയുന്ന എക്സ്പ്ലനേഷൻ പകുതിയെ നമ്മൾ ശ്രദ്ധിക്കുള്ളൂ. ആ മൊത്തം അതിനകത്ത് കയറുമ്പോൾ എന്താണ് അവിടെ മാക്സിമം കാണാൻ പറ്റുന്നത് എന്തൊക്കെയാണ് എന്നാണ് നമ്മൾ നോക്കത്തുള്ളൂ. അവിടെ എന്ന് പറഞ്ഞാൽ ഞാൻ നോട്ട് ചെയ്തൊരു കാര്യം, BMW അവിടെ എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് റോബോട്ടിക്സാണ്. ഈ പെയിൻറ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഭയങ്കര രസമാണ്. ഈ കളിപ്പാട്ട പോലെ കാറ് വന്നിങ്ങനെ നിൽക്കും. അപ്പോൾ ഓരോ കാറിനും ഓരോ കളേഴ്സ് അസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ റോബോട്ട് ഇങ്ങനെ സ്പ്രേ ചെയ്ത് ആണ് പെയിൻറ്റ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞാൽ അടുത്ത കാർ വന്ന് നിൽക്കും. ആ കാറിന് വേറെ കളർ. അങ്ങനെ ഈ ടോയ് കാർ വന്ന് ഇങ്ങനെ നിൽക്കും പോലെയാണ് ഓരോ കാറ് വന്ന് ഇങ്ങനെ പെയിൻ്റ് അടിക്കുന്നത്. അത് കഴിഞ്ഞ് വേറെ സ്ഥലത്തെത്തുമ്പം മോട്ടർ മീൻസ് ഫിറ്റ് ചെയ്യുന്നു. അതിൽ ഈ ഞാൻ നോട്ട് ചെയ്തതെന്ന് വെച്ചാൽ കംപ്ലീറ്റ് റോബോട്ട്സും ഇതാണ്. മാനുവലായിട്ട് ആൾക്കാരുണ്ട്, പക്ഷെ വളരെ കുറവാണ്.